കോഴിക്കോട് വടകര കേന്ദ്രീകരിച്ച് കുറേ മോഷണങ്ങൾ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഈ ടൂ വീലറുകളൊക്കെയാണ് മോഷണം പോയിരിക്കുന്നത്. പോലീസ് അതിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലുണ്ട്. നോക്കണം, വിദ്യാർത്ഥികളാണ് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഇത് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ അടിച്ചുകൊണ്ട് പോവുകയായിരുന്നോ? എന്താണ് സംഭവിച്ചത്? മനു, ഗുഡ് മോർണിംഗ്. ഈ വടകര ഈ ബൈക്ക് മോഷണ പരമ്പരയിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഇതിലാണ് നമ്മളെ ഏവരെയും ഞെട്ടിച്ച ഒരു കാര്യം എന്തെന്നാൽ, ഇതിലെ പ്രതികളെല്ലാവരും സ്കൂൾ വിദ്യാർത്ഥികളാണെന്നാണ്. നിലവിൽ 7 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്, പിടിയിലായിരിക്കുന്നത്. 8ഓളം ബൈക്കുകൾ പോലീസ് കണ്ടെത്തി. പോലീസ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇനിയും ബൈക്കുകൾ കണ്ടെത്താനുണ്ട്. മാത്രമല്ല, കൂടുതൽ ഈ വടകര പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ പരാതികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വടകര റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് കൂടുതൽ ബൈക്കുകൾ മോഷണം പോയത്. കൂടുതൽ ബൈക്കുകൾ കണ്ടെത്തിയത് എടച്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും ഞെട്ടിച്ചത്, അതായത് പ്രതികളുടെ പ്രായം തന്നെയാണ്. എല്ലാ കുട്ടികളും 15, 16, 17 വയസ്സ്, അതായത് 10ാം ക്ലാസ്, +1, +2 വിദ്യാർത്ഥികളാണ്. നിലവിൽ അവർക്കിപ്പോൾ പരീക്ഷാ കാലമാണ്. ഇവരെ പരീക്ഷ എഴുതിച്ച ശേഷമാണ് കൂടുതൽ നിയമ നടപടിയിലേക്കൊക്കെ പോലീസ് കടക്കുക. ജുവനൈൽ ജസ്റ്റിസ് കോടതിയിലടക്കം ഹാജരാക്കുന്നത് ഇതിന് ശേഷമായിരിക്കും. ഏതായാലും കേസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിലെ ഒരു ഗൂഢാലോചനയാണ്. അതായത് ഇവർ ആദ്യം തന്നെ ഈ ബൈക്കുകളെ, ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ബൈക്കുകളെ നോട്ടം വെക്കും. പിന്നീട് ഇത് മോഷ്ടിച്ച് ഇതിൻ്റെ നിറം മാറ്റി, നമ്പർ പ്ലേറ്റ് മാറ്റി, ചേസിസ് നമ്പർ അടക്കം മാറ്റിയാണ് ഇവർ ഉപയോഗിക്കുക. ഭാവിയിൽ ഈ ബൈക്ക് കേടുവന്നാൽ അത് ഉപേക്ഷിക്കുന്നു. ഇതാണ് ഇവരുടെ രീതി. അതുമാത്രമല്ല, ഇവർക്കൊരു വിൽപ്പന ഇവരുടെ ഉദ്ദേശമല്ല, അതായത് സാമ്പത്തിക ലാഭമല്ല. പരമാവധി ബൈക്കുകളൊക്കെ മോഷ്ടിച്ച് ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഇവരുടെ രീതി. ഒപ്പം തന്നെ ഈ ബൈക്കുകളൊന്നും ഇവർ വീടുകളിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. ആയതിനാൽ മാതാപിതാക്കളൊന്നും ഇവരുടെ മോഷണ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. പോലീസ് ഇവരെ അറിയിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്നാണ് അന്വേഷണ സംഘം നമ്മളോട് പങ്കുവെക്കുന്നത്. ഏതായാലും കേസിൽ കൂടുതൽ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഇനിയും ബൈക്കുകൾ കണ്ടെത്താണ്ട്, ഒരു പക്ഷേ ഇനിയും ഈ പിടിയിലാവരുടെ എണ്ണം നീളാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. മനു. ശരി ചേതൻ, ഏതായാലും വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഈ ബൈക്ക് മോഷണം പോയി, അല്ലെങ്കിൽ ബൈക്കുകൾ മോഷ്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നത് ഏറെ സങ്കടകരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ക്രൂരമായ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണല്ലോ. അതിൻ്റെ കൂടെ ഇതാ മോഷണ പോലുള്ള കാര്യങ്ങളിലേക്കും ഇടപെടുന്നു എന്ന് പറയുന്നത് ഗൗരവതരമായൊരു പ്രശ്നമാണ്. വലിയ ബോധവൽക്കരണങ്ങളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഗൗരവതരമായ ഇടപെടലുകൾ വിദ്യാർത്ഥി സമൂഹത്തിൽ സർക്കാരും പൊതുസമൂഹവും മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് നടത്തേണ്ട ഒരു ആവശ്യകതയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്.